ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായത്തിന് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഓട്ടോ ഡ്രൈവർമാർ മുന്നിട്ടിറങ്ങുന്നു. ഒരു ദിവസത്തെ വരുമാനം പൂർണ്ണമായും ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ ചികിത്സയ്ക്കായി ഇവർ വിനിയോഗിക്കുന്നു. വട്ടിയൂർക്കാവ് ഓട്ടോ ഡ്രൈവേഴ്സ് സാംസ്കാരിക സമിതിയാണ് ഈ നല്ല പ്രവൃത്തിക്ക് തുടക്കമിട്ടത്. പ്രതിമാസ ചികിത്സാ ധനസഹായ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് വട്ടിയൂർക്കാവ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുള്ള എല്ലാ സർവീസുകളിൽ നിന്ന് ലഭിക്കുന്ന തുക ഈ കുരുന്നുകളുടെ ചികിത്സാ സഹായത്തിനായി നൽകുന്നു. ഓട്ടിസം ബാധിതരായ നിർധന കുടുംബത്തിലെ കുട്ടികളുടെ ചികിത്സാ സഹായത്തിനാണ് ഈ ധനസമാഹരണം. അവരുടെ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സഹായത്തിന് ഈ തുക വിനിയോഗിക്കാം. ഓട്ടിസം ബാധിച്ച 2 കുട്ടികൾ, അത് ചികിത്സ ഉണ്ടെന്ന് അറിഞ്ഞു. അത് എത്ര ലക്ഷം രൂപയാവും എന്നുള്ള കാര്യം നമ്മൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊന്നും അറിയില്ല. എങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിനുള്ള കാശുകൾ സ്വരൂപിച്ച് ആ കുട്ടികളെ 2 പേരെയും രക്ഷിക്കാനായിട്ടുള്ള മുന്നിലേറ്റുള്ള നീക്കങ്ങളാണ് ഈ ഡ്രൈവേഴ്സുമാരെല്ലാവരും. ആതുര സേവന രംഗത്തും ഈ ഓട്ടോ ഡ്രൈവർമാർ കാട്ടുന്നത് മികച്ച മാതൃകയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം വട്ടിയൂർക്കാവ് എസ്.ഐ. വി. മുരളീകൃഷ്ണൻ നിർവഹിച്ചു. സ്ഥിരമായിട്ട് ഒരു ആതുര സേവനങ്ങളും സാംസ്കാരിക പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്ന ഒരു ടീമാണ്. അപ്പോൾ മറ്റ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവേഴ്സിന് ഇതൊരു മാതൃകയാവട്ടെന്ന് ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകണമെന്നാണ് ഇവരുടെയും ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.